നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ ശക്തമായ തിരുത്തൽ പ്രക്രിയ നടക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. തിരുത്തലുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ബ്രാഞ്ച് മുതലുള്ള ഘടകങ്ങളിൽ തോൽവി ചർച്ച ചെയ്ത് അഭിപ്രായം സ്വരൂപിച്ചത്. എല്ലാ ഘടകങ്ങളിലും ഉയർന്നത് പൊതുവായ വിമർശനങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദികൾ പിണറായിയും ഗോവിന്ദനുമാണ് എന്നാണ്. ഇവരെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സഖാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരത്തിൽ യോഗങ്ങൾ പുരോഗമിക്കവെയാണ് പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവായി പാർട്ടി നിയമിച്ചത്. അതോടെ തിരുത്തൽ ഉണ്ടാകില്ലെന്ന് അണികൾക്ക് ഉറപ്പായി. 14 ജില്ലകളിലെയും യോഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കുവാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചത്. അതിൽ ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് റിപ്പോർട്ട് നേതാക്കൾ വെട്ടിത്തിരുത്തി. പിണറായിക്കും MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളെല്ലാം ഒഴിവാക്കി. വ്യക്തിപരവും നയപരവുമായി വീഴ്ചകൾ മയപ്പെടുത്തുകയും ചെയ്തു. മാത്രവുമല്ല, നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം റിപ്പോർട്ടിലേയില്ല. ഇത് നേതാക്കൾക്കിടയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിന് വഴിവെച്ചു. ഈ റിപ്പോർട്ടുമായി താഴെത്തട്ടിലേക്ക് പോകാനാകില്ലെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ അറിയിച്ചു. സംസ്ഥാന സമിതി അംഗീകരിക്കുന്ന റിപ്പോർട്ട് പിന്നീട് കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. എന്നാൽ എല്ലാ വിമർശനങ്ങളും ഒഴിവാക്കിയ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് എങ്ങനെ പോകുമെന്നാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇതിൽ തിരുത്തൽ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പാർട്ടി നേതൃത്വം ഉടനെങ്ങും തിരുത്തുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാതായിരിക്കുന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിൽ പാർട്ടി അണികൾക്കിടയിൽ ശക്തമായ അമർഷമുണ്ട്. പിണറായിയെ മുന്നിൽ നിർത്തിപ്പോയാൽ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് അണികൾ ഉറച്ചു വിശ്വസിക്കുന്നു. സമാനമാണ് ഗോവിന്ദനെക്കുറിച്ചുള്ള അഭിപ്രായവും. എന്നാൽ നേതൃമാറ്റം ഉടനില്ലെന്ന് നേതൃത്വം തന്നെ ഉറപ്പിക്കുകയാണ്. പിണറായിയുടെ മകൾ വീണ മാസപ്പിടി കേസിൽ കുരുക്കിലാണ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയച്ചിരിക്കുകയാണ്. അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം വീണയുടെ വീടുകളിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ അണികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ഇഷ്ടികയെറിഞ്ഞ് തകർക്കുകയും ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിൽ അറസ്റ്റിലായ പ്രവർത്തകർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ജയിലിലാണ്. പാർട്ടി അംഗമല്ലാത്ത ഒരാളുടെ കേസിലാണിത് സംഭവിച്ചതെന്ന് ഓർക്കണം. കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന പാർട്ടിക്ക് ഇനിയും ഒരു നിശ്ചയമില്ല. ഒരു വശത്ത് നിയമപരമായി വീണ നേരിടുമെന്ന് പറയുകയും മറുവശത്ത് പിണറായിയെ ED ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കാണുന്നത്. ഇനിയിപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടിക പ്രതിരോധം തുടരുമോ എന്ന് അറിയില്ല. വീണയെ രക്ഷിക്കാനാണെങ്കിൽ 1-2 ഇഷ്ടിക ഇനി പോരാ, ലോഡ് കണക്കിന് വേണ്ടിവരുമെന്നാണ് പലരും പരിഹാസമായി പറയുന്നത്. വെള്ളിയാഴ്ചത്തേക്കുള്ള ഇഷ്ടിക തേടി അണികൾ ഇപ്പോഴേ നെട്ടോട്ടത്തിലാണെന്ന് സോഷ്യൽ മീഡിയയും കളിയാക്കുന്നുണ്ട്.